നിത്യാനന്ദമയിയും നിരാകാരിയുമായ പരബ്രഹ്മസ്വരൂപിണിയായ ഉമാദേവിക്ക് ഒരിക്കൽ സാകാര രൂപത്തിൽ അവതരിക്കേണ്ടി വന്നു. ദേവന്മാരുടെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് ജഗന്മാതാവ് സ്വരൂപയായത്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും പരസ്പരം ഘോരയുദ്ധം ചെയ്തു. ആ ഘോരയുദ്ധത്തിൽ മഹാമായ പ്രഭാവത്താൽ ദേവന്മാർ വിജയിച്ചു. അസുരന്മാർ പരാജിതരായി പാതാളത്തിലേക്ക് പോയി. ഗർവിഷ്ഠരായ ദേവന്മാർ തങ്ങളുടെ കഴിവുകൊണ്ടാണ് വിജയം നേടിയതെന്ന് അഹങ്കരിച്ചു. അപ്പോൾ അവരുടെ മുന്നിൽ കുടയുടെ രൂപത്തിൽ ഒരു തേജസ് ആവിർഭവിച്ചു. മുമ്പ് കണ്ടിട്ടില്ലാത്ത ആ രൂപവും തേജസ്സും ദേവന്മാരെ ആശ്ചര്യഭരിതരാക്കി. അഹങ്കാരനാശിനിയായ പരാശക്തിയുടെ മഹിമ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർക്ക് അത്ഭുതമുണ്ടായത്. ദേവേന്ദ്രൻ ദേവന്മാരോട് ആ തേജസ് എന്താണെന്ന് പരീക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. വായുദേവനാണ് തേജസ്സിന്റെ മുന്നിൽ ആദ്യമെത്തിയത്. അപ്പോൾ തേജസ് ആരാണെന്ന് ചോദിച്ചു. താൻ ജഗത് പ്രാണനായ വായുവാണെന്ന് അഹങ്കാരത്തോടുകൂടി പറഞ്ഞു. ചരാചരങ്ങളെല്ലാം തന്നിലാണ് വ്യാപിച്ചിരിക്കുന്നതെന്നും താനാണ് എല്ലാം ചലിപ്പിക്കുന്നതെന്നും കൂടി വായുദേവൻ പറഞ്ഞു. എന്നാൽ നീയൊരു പുല്ല് ഇളക്കി കാണിക്കുവാൻ തേജസ് ആവശ്യപ്പെട്ടു. സർവശക്തിയും പ്രയോഗിച്ചിട്ടും വായുദേവന് പുല്ല് അനക്കുവാൻ സാധിച്ചില്ല. ലജ്ജിതനായ അദ്ദേഹം നടന്ന കാര്യവും തന്റെ പരാജയവും ദേവന്മാരോട് പറഞ്ഞു. തുടർന്ന് ദേവന്മാരും ദേവേന്ദ്രനും കൂടി പുല്ലനക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അപ്പോൾ കരുണാമയിയായ ദേവി അവരുടെ അഹങ്കാരം തീർക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും പ്രത്യക്ഷപ്പെട്ടു. മേടമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി തിഥിയിൽ മധ്യാഹ്ന സമയത്താണ് സച്ചിദാനന്ദ രൂപിണി അവതരിച്ചത്. ചുവന്ന വസ്ത്രവും ചുവന്ന മാലയും ധരിച്ച് ചുവന്ന ലേപനങ്ങളോടുകൂടി ചതുർഭുജയായിട്ടാണ് ദേവി ദേവന്മാർക്ക് മുന്നിൽ ദൃശ്യയായത്. താൻ തന്നെയാണ് പരബ്രഹ്മമെന്നും പരംജ്യോതിയെന്നും ദേവി അവരോട് പറഞ്ഞു. ആകാരമില്ലാത്തവളാണെങ്കിലും ചിലപ്പോൾ സാകാരയായും ഭവിക്കും. ചിലപ്പോൾ പുരുഷനായിട്ടും മറ്റു ചിലപ്പോൾ നാരിയായിട്ടും താൻ വർത്തിക്കുന്നു എന്ന് പരാശക്തി പറഞ്ഞു. തനിക്ക് സഗുണമെന്നും നിർഗുണമെന്നും 2 രൂപങ്ങളുണ്ടെന്ന് ദേവി അറിയിച്ചു. കാളിയും വാണിയും ലക്ഷ്മിയും തന്റെ അംശത്തിൽ നിന്നുണ്ടായവരാണെന്ന് പറഞ്ഞ ദേവി ത്രിമൂർത്തികളും താൻ തന്നെയാണെന്ന് പറഞ്ഞു. വായുവിനെ കൊണ്ടും അഗ്നിയെ കൊണ്ടും ഒക്കെ അതത് കർമ്മങ്ങൾ അനുഷ്ഠിപ്പിക്കുന്നത് ദേവിയാണ്. ചിലപ്പോൾ അസുരന്മാരെയും ചിലപ്പോൾ ദേവന്മാരെയും ദേവി പരാജയപ്പെടുത്താറുണ്ട്. ദേവന്മാർ തങ്ങളുടെ അഹങ്കാരത്തിന് ക്ഷമായാചനം നടത്തുകയും ഇനി അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു.